മോർണിംഗ് സുഖം എല്ലാവർക്കും. സോ ദിസ് ഈസ് ദ 10th ഡേ ഓഫ് മൈ ചാലഞ്ച്. ഇന്ന് വളരെ സുഖത്തിലല്ല ഞാൻ എണീറ്റത്. കാരണം ഇപ്പോൾ ഏകദേശം 5:30 നമ്മൾ ഓൾറെഡി കണ്ണ് എല്ലാവരും അടിക്കുന്നതിന് മുമ്പ് തന്നെ ബോധം വന്നതുകൊണ്ട് ഞാൻ എണീറ്റാണ്. കാരണം ഇന്നലെ ഒരു സംഭവം നടന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ തുണിയൊക്കെ വിരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ സ്റ്റെപ്പിൽ വീണു. നല്ല രീതിക്ക് തെന്നി താഴേക്ക് വീണു സ്റ്റെപ്പിൽ. അപ്പോൾ എൻ്റെ ബാക്ക് ചെന്ന് ഇടിച്ച് നല്ലപോലെ ഭയങ്കര നട്ടലിൻ്റെ പോർഷനിൽ ചെന്ന് ഇടിച്ചിട്ട് വീണു. കാലിൻ്റെ നമ്മുടെ മുട്ടിൻ്റെ താഴെ ബാക്ക് പോർഷനിലും ഇടിച്ചു. മാംസം ചതഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പെയിനാണ്. എനിക്ക് കിടക്കാൻ കൂടി പറ്റിയിട്ടില്ല. ഇന്നലെ നല്ല രീതിക്ക് പെയിൻ എടുത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നേരെ കിടക്കാൻ പറ്റുന്നില്ല. ബാക്ക് ഇങ്ങനെ ഈ ഒരു നട്ടലിൻ്റെ പോർഷൻ ഇരിക്കാനോ നിൽക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ പക്ഷേ ഓൾറെഡി നമ്മൾ രാവിലെ എണീറ്റിട്ട് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ബോധം വരും. അപ്പം അതുകൊണ്ട് ഞാൻ ശരി, എനിക്ക് പിന്നെ കിടക്കാൻ ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഞാൻ എണീറ്റാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അറിയാൻ. ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ മൂവൊക്കെ അടിച്ച് എല്ലാം, മൂവിൻ്റെ സ്പ്രേ ഉണ്ട് എൻ്റെ, അതെല്ലാം അടിച്ചിട്ടാണ് ഞാൻ കിടന്നത്. എന്നിട്ട് കുറവില്ല. അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊരു കൂടിയ പോലെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുന്ന് നോക്കട്ടെ മെഡിറ്റേഷന് പറ്റുമോ എന്നറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ ഇഷക്രിയ ആൻഡ് ലൈക്ക് എക്സസൈസ് ഞാൻ വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര പെയിനുണ്ട്. മെഡിറ്റേഷൻ ആണെങ്കിലും ഞാൻ കുറച്ച് നേരം ചെയ്തോളൂ. എല്ലാ ദിവസവും ചെയ്യുന്നത് അത്രയും സമയമൊന്നും ചെയ്തില്ല. കാരണം എനിക്ക് അത്രയും നേരം ഇരിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞില്ല, അതേ നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നതിൽ ഇപ്പം ഇങ്ങനെ ഒരാൾ നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെന്ന് അടിച്ചു വീണു. അപ്പം ഇരിക്കുന്ന പോർഷൻസിലും പിന്നെ തുടയുടെ ബാക്ക് പോർഷനൊക്കെ ചെന്ന് ഒറ്റടി. അതുകൊണ്ട് ആ സ്റ്റെപ്പിൻ്റെ അറ്റത്തോട്ട് നട്ടലിൻ്റെ ആ ഓക്സിജൻ റീജിയൻ ഉണ്ടല്ലോ താഴത്ത്, അവിടെ ചെന്ന് ഒറ്റടി. എനിക്ക് ഒട്ടും പെയിൻ. ഓ മൈ ഗോഡ്. അവിടെ നിന്ന് ഞാൻ എങ്ങനെ എണീറ്റ് റൂമിലോട്ട് വന്നോന്ന് പോലും അറിയില്ല. ഇന്നലെ രാത്രി എന്നിട്ട് റെസ്റ്റ് കൊടുത്തു, മൂവിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ചു, എന്നിട്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല. ഇപ്പം നല്ല പെയിനുണ്ട്. ഹായ് ഗൈസ്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ ഒരു സൈഡ് ചരിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കസേരയിലൊന്നും ഇരിക്കാനേ പറ്റുന്നില്ല, ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ കോളേജിൽ എനിക്ക് പ്രാക്ടിക്കലിന് പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടിക്കലിന് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നടക്കാൻ വയ്യ. കാലിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെയും ഒരു ചെറിയ ചതവുണ്ട്. അത് വെച്ച് ഇപ്പം ഞാൻ റെസ്റ്റ് എടുത്തപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിലും വേദനയുണ്ട്. ഇനി അപ്പം ബാക്കിൽ നല്ല പെയിനുണ്ട്. അതുകൊണ്ട് എനിക്ക് നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു പെയിൻ ചിലപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് മാറുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എങ്കിലും നല്ല പെയിനുണ്ട്, ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നോർമലി ഇരിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ. അങ്ങനെ ചെന്ന് ഇടിച്ചുകൊണ്ടായിരിക്കാം. അപ്പം ഞാനിപ്പം കോളേജിൽ പ്രാക്ടിക്കലിന് പോകണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ പ്രാക്ടിക്കലിന് പോയാൽ ഇരിക്കാൻ പറ്റത്തില്ല. എന്തായാലും നാളെ പോകാമെന്ന് കരുതി റെസ്റ്റ് എടുത്ത് നോക്കി. പക്ഷെ ഒരു കുറവില്ല. ഞാൻ ഒന്നും കഴിച്ചുമില്ല. അതാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. ഞാൻ രാവിലെ ആ എക്സസൈസൊക്കെ ചെയ്തിട്ട് വെള്ളം കുടിച്ചിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യാതെ വേദന കൊണ്ട് ഞാനിവിടെ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. ഉറങ്ങാൻ പറ്റുന്നില്ല മീൻസ് ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി നമ്മൾ എണീറ്റത് കൊണ്ട് നമുക്ക് ഉറങ്ങാനും ബുദ്ധിമുട്ട് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും റെസ്റ്റ് ചെയ്യും. കാരണം ഞങ്ങളുടെ കോളേജിൽ പ്രാക്ടിക്കലിന് സ്റ്റൂളാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റിനെ ഇങ്ങനെ ഒരു ബെഞ്ചിട്ടിൻ്റെ സ്റ്റൂളാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റൂളിനകത്ത് അത്രയും നേരം ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നുന്നില്ല. നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ചാരി ഇരിക്കാൻ സ്റ്റൂളിനകത്ത് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നാളെ ഇന്ന് റെസ്റ്റ് എടുത്ത് മാറുന്നെങ്കിൽ നാളെ പോകാം. നാളെയും സാറ്റർഡേ ക്ലാസ് ഉണ്ട്. അതേ ഉള്ളു വഴി. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ബട്ട് എല്ലാം നല്ലതിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും എന്ത് സംഭവിക്കുകയാണെങ്കിലും നല്ലതിനാണെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പം കുഴപ്പമില്ല. നമുക്കിതൊക്കെ വരാനുള്ളതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ അത്യാവശ്യം നല്ലൊരു രോഗിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഞാൻ ഇപ്പം എൻ്റെ ഇവിടം കൊണ്ടായിരിക്കുന്നത്. ഇങ്ങനെ മടി കൊണ്ടാണ് ഇങ്ങനെ ബാക്ക് കൊണ്ടിരിക്കാനായിട്ട് സ്ട്രെസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഗോപിക്ക് എനിക്ക് ഫുഡ് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഇപ്പോൾ ഒരു ഓക്കെ വന്നു തോന്നും. അവൾ ഫുഡ് കൊണ്ട് തന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ ഇത് മാറുമായിരിക്കും. കാരണം ഇങ്ങനെ ബാക്ക് ആ സാധനം അടിച്ച് വീണത് കൊണ്ട് നമുക്കൊന്ന് ഭയങ്കര വേദന. ബോൺ ചെന്ന് ഇടിച്ചാണ് വീണത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ വേദന. പിന്നെ എനിക്ക് ഓൾറെഡി ഒരു 2022 ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ നട്ടലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൂടെ ഇപ്പം സംതൃപ്തിയായി എനിക്ക്.
അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം. രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. എന്നിട്ട് എന്തെങ്കിലും പെയിൻ കില്ലറോ എന്തെങ്കിലും ഉണ്ട് നോക്കണം. നോക്കിയിട്ട് കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാം, മാറുമായിരിക്കും. ഇങ്ങനെ ചാരി ഇരിക്കുന്നതാണ് എനിക്ക് പറ്റത്തുള്ളൂ. നേരെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുത്തിക്കയറുന്ന പോലത്തെ ഒരു വേദന. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരിക്കാത്തതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. ഗോപി കൊണ്ട് തന്നതാണ്, മസാല ദോശയാണ് കൊണ്ട് തന്നത്. സാമ്പാർ ഓൾറെഡി എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ എടുത്തു. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. സോ നമുക്ക് കഴിക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു രാവിലെ എണീറ്റു എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കര വേദന. ഞാനൊരു 5 മിനിറ്റോ 10 മിനിറ്റ് കൂടുതൽ ഇരുന്നില്ല ഞാൻ. മെഡിറ്റേഷൻ ആക്ച്വലി ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടുതൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. മാക്സിമം ഞാൻ സഹിച്ചിട്ട് ഇരുന്നു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ എനിക്ക് പറ്റുന്നില്ല ഇരിക്കാൻ. പെട്ടെന്ന് എണീറ്റു. പിന്നെ എക്സസൈസ് ഒരു ചെയ്യാൻ നോക്കി, കാലൊക്കെ പൊക്കാൻ നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാക്സിമം ഒരു 10-15 മിനിറ്റ് കണ്ടേ ഞാൻ ചെയ്തോളൂ എന്ന്. അത് കഴിഞ്ഞപ്പോൾ ഒട്ടും ഇതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദനയായി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഈ വിഷമം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, മീൻസ് ഇങ്ങനെ ഇരുന്ന ഒരു ഓൺലൈൻ വീഡിയോയിലിരുന്ന് പറയാൻ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഇത് ഒന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്ത് നോക്കട്ടെ. മാറണമെങ്കിൽ മാറട്ടെ. ഞാൻ വോളിനി ഇടുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. എന്തെങ്കിലും പെയിൻ കില്ലറും കൂടി കഴിക്കട്ടെ ഗൈസ്. ബൈ. എണീറ്റു, ചായ ഇട്ടു. കുഴപ്പമില്ല, പെയിന് കുറച്ച് കുറവുണ്ട്. കാലിൽ പെയിൻ ഉണ്ടായിരുന്നു ചതഞ്ഞെടുത്ത്, പക്ഷെ അത് കുറവുണ്ട്. നട്ടലിൻ്റെ ഇവിടെ കുഴപ്പമില്ല. എനിക്ക് നേരെ കിടക്കാനും ഇരിക്കാനും ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇറ്റ്സ് ഫൈൻ നൗ. സഹിക്കാവുന്ന പെയിനേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ശോകമായിരുന്നു എനിക്ക്. രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്ത് ഇപ്പോൾ തൊട്ട് വേദന തുടങ്ങിയാണ്. മീൻസ് ഇന്നലെ വൈകിട്ട് ഞാൻ തുണിയിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴാണ് പെയിൻ വീണത്. പക്ഷെ ഞാൻ ഇന്നലെ അങ്ങ് പെട്ടെന്ന് വന്ന് കിടന്ന് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ രാവിലെ എണീറ്റ് പെയിൻ ഉണ്ടായിരുന്നു, രാത്രിയിലൊക്കെ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ അറിഞ്ഞില്ല. രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ വേണ്ടി ഇരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്ക് തന്നെ പറ്റുന്നില്ല എനിക്ക്. ഭയങ്കരമായിട്ട് പെയിനായി. കാലിൽ നോക്കുമ്പോൾ കാലിൽ ചതഞ്ഞ നീര് പോലെ. സോ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ശോക ദിവസമായിരുന്നു. കൂടുതലായിട്ട് ഒന്നും ഞാൻ ചെയ്തില്ല, കിടത്ത തന്നെയായിരുന്നു. പിന്നെ ഇപ്പം പോയി ചായ ഇട്ടു. ഏകദേശം 7 മണിയായി. കാരണം വേറെ ആരും ഇല്ലല്ലോ നമുക്ക് ചെയ്തു തരാൻ, വേറെ ആരുമില്ല. ഈ സമയങ്ങളിലൊക്കെ ഞാൻ വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എന്നാലും ഇപ്പോൾ നമ്മൾ വളർന്നതുകൊണ്ട് ആരും നമുക്ക് ചെയ്തൊന്നും തരില്ല ഒന്നും. പക്ഷെ എങ്കിലും ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് എനിക്കിമ്പം ഒരിതുണ്ടാവും. അറ്റ്ലീസ്റ്റ് വീട്ടിൽ ഇരിക്കുമ്പം എന്തെങ്കിലും ചായ ഇടാൻ വേണ്ടിയിട്ട് അമ്മയെന്തെങ്കിലും പറയാം. പക്ഷെ കുഴപ്പമില്ല, നമ്മളിതെല്ലാം സ്വയം പര്യാപ്തതയാകണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്യില്ല. ചായ കുടിച്ചിട്ട് കുറച്ച് നേരം എന്തെങ്കിലും ബുക്കിൽ എഴുതാൻ പറ്റുമോ നോക്കണം. ഇരിക്കാൻ പറ്റും കൂടുതൽ നേരമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് എഴുതും, ഇല്ലെങ്കിൽ നേരെ കിടക്കും. അത്രേ ചെയ്യത്തുള്ളൂ. സോ ഇന്നത്തെ 10th ഡേ ഓഫ് മൈ ചാലഞ്ച് ലൈക്ക് ഒരു ബോർ ഡേ ആയിരുന്നു. ഇറ്റ്സ് ഓക്കെ. ചില ദിവസം നമുക്ക് ഇങ്ങനെ തന്നെ ആകും. ചില ദിവസം ഭയങ്കര നല്ലതാകും, ചില ദിവസം ചില നേരം ചീത്ത, ചില നേരം നല്ലത്. സോ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ലൈഫ്. ഓക്കെ. എനിക്കങ്ങനെ ഭയങ്കര ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് നല്ലതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് ടുഡേ. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീണ്ടും നാളെ അടിപൊളിയായിട്ട് തിരിച്ചു വരും എന്ന പ്രതീക്ഷയുടെ. ബൈ.